മിമിക്രി വേദികളിലെന്നും മലയാളികൾക്ക് മറക്കാനാകാത്ത ചിരി സമ്മാനിച്ച കലാകാരനാണ് കൊല്ലം സുധി. സുധിയുടെ അകാല മരണത്തിന്മേൽ ആഘാതം സഹപ്രവർത്തകർക്കും കുടുംബത്തിനും താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. സ്റ്റേജ് പരിപാടി കഴിഞ്ഞ കാറിൽ യാത്ര ചെയ്തുണ്ടായ അപകടത്തിലാണ് സുധി മരണപ്പെടുന്നത്. സുധിയുടെ മരണശേഷം ഇടയ്ക്കിടെ രേണുവിനെതിരെ കടുത്ത സൈബർ ആക്രമണങ്ങളും ഉണ്ടാവാറുണ്ട്. രേണു പങ്കുവച്ച റീൽ വീഡിയോകൾക്കും ഫോട്ടോഷൂട്ടുകൾക്കുമെതിരെയാണ് വിമർശനങ്ങൾ വരുന്നത്. ഇതിനോടകം നിരവധി ഷോർട്ട് ഫിലിമുകളിലും മ്യൂസിക് വീഡിയോകളിലും രേണു അഭിനയിച്ചു കഴിഞ്ഞു. എന്നാൽ കഴിഞ്ഞ ദിവസം രേണു നടത്തിയ പുതിയ ഫോട്ടോഷൂട്ട് വലിയ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. പീച്ച് നിറത്തിലുള്ള സ്കേർട്ടും ഗോൾഡൻ ടോപ്പും അണിഞ്ഞായിരുന്നു ഫോട്ടോഷൂട്ട്. സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫറായ എഡ്ഡി ജോണാണ് ഈ വിഷു സ്പെഷ്യൽ ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത്. ശക്തമായ സ്ത്രീയുടെ അടയാളം ആറ്റിറ്റ്യൂഡല്ല നിലപാടാണെന്ന് പറഞ്ഞാണ് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്. ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടതോടെ രേണുവിനെ വിമർശിക്കുന്നവരുടെയും പരിഹസിക്കുന്നവരുടെയും കമന്റുകൾ ചിത്രങ്ങൾക്ക് താഴെ വന്നു തുടങ്ങി. ഇത്രയേറെ ഗ്ലാമറസായി ഫോട്ടോയിൽ പ്രത്യക്ഷപ്പെടുന്നത് വിധവയും രണ്ടു കുഞ്ഞുങ്ങളുടെ അമ്മയുമായി സ്ത്രീക്ക് ചേർന്നതല്ല എന്ന തരത്തിലായിരുന്നു വിമർശനങ്ങൾ ഏറെയും. ഇപ്പോഴിതാ രേണുവിനെതിരെ സോളാർ കേസ്, സ്വർണ്ണക്കടത്ത് കേസ് എന്നിവയിലൂടെ വാർത്തകളിൽ ഒരു സമയത്ത് നിറഞ്ഞു നിന്നിരുന്ന സ്വപ്ന സുരേഷും രംഗത്തെത്തിയിരിക്കുകയാണ്. തന്റെ പുതിയ ഗ്ലാമറസ് ഫോട്ടോയിൽ വിഷു ആശംസകൾ കുറിച്ച് ഒരു പോസ്റ്റ് രേണു പങ്കുവച്ചിരുന്നു. ആ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടാണ് സ്വപ്ന സുരേഷിന്റെ കുറിപ്പ്. വിധവയായ ഒരേ ഒരു സ്ത്രീ രേണു മാത്രമല്ലെന്നും ദയവായി തങ്ങളുടെ സംസ്കാരത്തെ ബഹുമാനിക്കൂ എന്നുമാണ് സ്വപ്ന സുരേഷ് കുറിച്ചത്. ഇതാണോ 2025 പുതിയ വിഷു? ദയവായി ഞങ്ങളുടെ സംസ്കാരത്തെ ബഹുമാനിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആൺകുട്ടികൾ അങ്ങനെ പറയുന്നു. എന്റെ പൊക്കിൾ കാണിച്ചാൽ അമ്മ എന്നെ കൊല്ലുമെന്ന്. കഷ്ടം. ദയവായി മറ്റു ചില ബദലുകൾ കണ്ടെത്തൂ. വിധവിയോ വിവാഹമോചിതയോ ആയ ഒരേ ഒരു സ്ത്രീ നിങ്ങൾ മാത്രമല്ല. നിങ്ങളുടെ മണ്ടത്തരം വിൽക്കരുത്. ഭഗവാൻ കൃഷ്ണനെ വിചിത്രമായ ചില സൃഷ്ടികൾ കൊണ്ട് മാറ്റി സ്ഥാപിക്കാൻ കഴിയില്ലെന്നും സ്വപ്ന സുരേഷ് ഫേസ്ബുക്കിൽ കുറിച്ചു. മറ്റു ചിലരും കമന്റുകളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്റെ പൊന്നു ചേച്ചി, നെഗറ്റീവാണെന്ന് വിചാരിക്കരുത്. ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീയെ മറ്റൊരു സ്ത്രീ താഴ്ത്തുകയുമല്ല. കൊല്ലം സുധിയെ ഒരുപാട് ഇഷ്ടമാണ് ആളുകൾക്ക്. ആ ഇഷ്ടം ചേച്ചിയോടുമുണ്ട്. പക്ഷേ പക്വത കുറവ് കൊണ്ട് അത് ഇല്ലാതാക്കരുത്. രണ്ടു മക്കളുടെ അമ്മയായതുകൊണ്ട് പക്വത ഉണ്ടാവണമെന്നില്ല. അനുഭവങ്ങളിൽ നിന്നും ഉണ്ടാവേണ്ടതാണ് അത്. ഒന്നുമില്ലേലും രണ്ട് ആൺമക്കളല്ലേ വളർന്നു വരുന്നത്. നാളെ അവർ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. പിന്നെ ചെയ്തതും ചെയ്യുന്നതുമൊക്കെ വെറുതെയാകുമെന്നാണ് ഒരു കമന്റ്. ഇതിപ്പോ ഉടുക്കാൻ മറന്നുപോയതാണോ അതോ ഉടുത്ത് അഴിഞ്ഞു പോയതാണോ? ഇനിയിപ്പോ ഉടുക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഒന്നുറപ്പാണ്, കൊല്ലം സുധിയോട് ആളുകൾക്ക് ഒരിഷ്ടമുണ്ടായിരുന്നു. അതുകൂടി ഇല്ലാണ്ടാക്കും. ഇവർ എപ്പോഴും പറയുന്നുണ്ടല്ലോ പ്രായപൂർത്തിയായൊരു മകനുണ്ടെന്ന്. അഭിമാനമുള്ള ഒരു മക്കളും അമ്മയെ ഇത്തരം വേഷത്തിലും ഭാവത്തിലും കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. അവന് പരിമിതികൾ ഉള്ളതുകൊണ്ട് മാത്രം ആ പാവം ഒന്നും മിണ്ടാതെ ഇരിക്കുന്നതാകാം. രേണു, നീ കാണിച്ചു കൂട്ടുന്നതിനൊക്കെ ഒരു പ്രതിഫലം തീർച്ചയായും നിന്നെ കാത്തിരിക്കുന്നുണ്ട്. അന്ന് നിന്നെ തലയിൽ വെച്ചവരൊക്കെ തറയിലടിക്കും. നോക്കിക്കോ എന്നാണ് മറ്റൊരാളുടെ കമന്റ്. സ്വന്തം ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് മാത്രമല്ല സ്ട്രോങ് വുമൺ ആകേണ്ടതെന്നും ചിലർ പറയുന്നു. നേരത്തെ രേണു തനിക്കെതിരെ വരുന്ന കമന്റുകൾക്കെതിരെയും രംഗത്തെത്തിയിരുന്നു. എന്നെ കമന്റ്സിൽ വന്ന് പലരും തെറി വിളിക്കുന്നുണ്ട്. അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. എനിക്ക് കെട്ടിയോനില്ലാത്തത് കൊണ്ടാണ് ഇവരൊക്കെ പച്ചക്കെന്നെ തെറി വിളിക്കുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ലെന്ന് കരുതിയാണ് ഇവർ ഇങ്ങനെ ചീത്ത വിളിക്കുന്നത്. ഇവരിൽ ഒരാളെയെങ്കിലും ഞാൻ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുമെന്നും രേണു പറഞ്ഞിരുന്നു. ബിക്കിനി ഷൂട്ട് ചെയ്യുന്നവർ നമുക്കിടയിലുണ്ടല്ലോ. പ്രധാനപ്പെട്ട ആളുകളൊക്കെ ചെയ്യാറില്ലേ? അവരോട് ആരോടുമില്ലാത്ത പ്രശ്നമാണ് എന്നോട് തീർക്കുന്നത്. ബിക്കിനി ഷൂട്ട് ചെയ്യുന്നവരെ മലയാളികൾ ഒരു കമന്റിലൂടെ വന്നും പറയുന്നില്ലല്ലോ. അത്തരം ഷൂട്ട് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. എന്തിടണം എന്തിടേണ്ട എന്നത് അവനവന്റെ ഇഷ്ടമാണ്. ഞാനൊരു റീൽ ചെയ്യുന്നത് ഇത്ര വലിയ ബാധകമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. നെഗറ്റീവ് കമന്റ് എനിക്ക് കുഴപ്പമില്ല. പക്ഷേ തെറിയാണ് പലരും വിളിക്കുന്നത്. ഏത് സോങ്ങിന് റീൽ ചെയ്യണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്? റീൽ ചെയ്യുന്നത് മക്കളെ പോറ്റാനാണോ എന്ന് ഞാൻ ഇവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ പ്രൊഫഷണൽ ആർട്ടിസ്റ്റാണ്. നാടകത്തിൽ ഞാൻ അഭിനയിക്കുന്നത് അതിന്റെ പ്രൊഫഷൻ ആയതുകൊണ്ടാണ്. മക്കളെ പോറ്റാൻ വേണ്ടിയാണ്. വയറിൽ പിടിക്കുന്നത് അഭിനയത്തിന്റെ ഭാഗമാണ്, അല്ലാതെ ജീവിതമല്ല. ഇന്റിമേറ്റ് സീനിൽ അഭിനയിക്കേണ്ടി വന്നാൽ ഞാൻ അഭിനയിക്കും. കാരണം ഞാനൊരു ആർട്ടിസ്റ്റാണ്. അതും എനിക്ക് കംഫർട്ട് ആണെങ്കിൽ മാത്രം. ഒരു ലക്ഷ്മണരേഖ വരച്ചിട്ടുണ്ട്, അതിനുള്ളിൽ നിന്നാണ് അഭിനയിക്കുന്നത്. അതുപോലെ ബോഡി ഷേമിംഗ് കമന്റ് ഇടുന്നവരോട്, അവർ ചിലപ്പോൾ ഐശ്വര്യ റായ് ആയിരിക്കും. എനിക്ക് ദൈവം തന്നത് ഇങ്ങനെയാണ്. മുഖം പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ എനിക്ക് നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ അത്തരം കമന്റുകൾ ഞാൻ വിട്ടുവെന്നും രേണു പറയുന്നു.